ഹലോ, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്നൊരു മസാല ദോശ ഉണ്ടാക്കേണ്ട തയ്യാറെടുപ്പിലാണ്. ഇത് മസാല ഉണ്ടാക്കാനുള്ള അതിൽ ശകലം പിന്നെ ജീരകം, ഇഞ്ചി, പച്ചമുളക് എല്ലാം കറിവേപ്പിലയെല്ലാം ചതച്ചിട്ടിട്ടുണ്ട്. അതിനുശേഷം ഒരു വലിയ സവാള മുറിച്ചിട്ട് അത് മൂത്ത് വരുമ്പോൾ ഒരു തക്കാളി ഇടുക. പിന്നെ ഇത് ചെയ്ത് വെച്ചിട്ടുള്ള 4-5 ഉരുളക്കിഴങ്ങും 2-3 ക്യാരറ്റ് ഉണ്ട്, കുറച്ച് മട്ടറുണ്ട്, എല്ലാം കൂടെ ഇതിലേക്ക് ഇടുന്നു. പിന്നെ അത്യാവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയും ശകലം ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 1/2 ഗ്ലാസ് വെള്ളം, അധികം ഒഴിക്കണ്ട. ഇതെല്ലാം കൂടെ ഒഴിച്ച് ഒരു വിസിലടിപ്പിച്ചാൽ മതി. ഇതാ തയ്യാർ മസാല, ദോശക്കുള്ള മസാല. അതിൽ മേലെ കറിവേപ്പില, മല്ലിയില എല്ലാം നന്നായിട്ടിട്ടിട്ടുണ്ട്. അതിൻ്റെ സ്മെല്ല് നല്ലൊരു ഖുശ്ബുവാണ്, നല്ല മണമാണ്, നല്ല ടേസ്റ്റും ഉണ്ടാവും. പിന്നെ ഇതൊരു ചട്നി. ഇത് മുളക് അടുപ്പിലിട്ടൊന്ന് ചുട്ടെടുത്തതാണ്. വറ്റൽ മുളക് ഒരു 3 എണ്ണം ഇട്ടിട്ടുണ്ട്. പിന്നെ ചുമന്നുള്ളി, കുഞ്ഞുള്ളി അതൊരു 5-6 എണ്ണം തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് അതിൽ ആവശ്യമുള്ള പിന്നെ തേങ്ങ, ഇത് ഏകദേശം ഒരു തേങ്ങക്കടുത്തുണ്ട്, ഒരു 3/4 മുറി എല്ലാം ഉണ്ടാവും തേങ്ങ. എന്താ ഇത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടത് അരക്കുക. ശകലം പുളി ഇടണേ. ശകലം പുളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അധികം ഇട്ട് കഴിഞ്ഞാൽ പുളി എടുത്ത് ഉണ്ടാവും, അധികമായിട്ട് തോന്നും, അപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഒരു പേരിനൊരു ശകലം പുളി, ഇതാ കുറച്ചേ ഉള്ളൂ, ഈ ഒരു പുളി മതി, പിഴിപ്പുളി. ഇതാ തയ്യാറായി. തേങ്ങ അരഞ്ഞു വന്നാലേ പിന്നെ ആ ചുവന്നുള്ളി ഇട്ടിട്ട് അരക്കണ്ടു. ഇതാ മസാല ദോശയും തേങ്ങാ ചമ്മന്തിയും റെഡി. അടിപൊളിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നിങ്ങൾ ഉണ്ടാക്കാറുണ്ടോ? കാണുന്നവരൊക്കെ ഒന്ന് സബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.